ഹായ് എവ്രി വൺ. നിങ്ങൾക്ക് ലവ് ഉണ്ടോ? ഒരു ചങ്ങായിക്ക് ലവാക്കി 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ചങ്ങായിയുടെ ലവ് സ്റ്റോറിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആ ചങ്ങായി പറയുന്നത് ഇവിടെ സൈഡിൽ വെച്ചുകൊണ്ട് നമുക്ക് റിയാക്ട് ചെയ്യാം. ഓക്കെ, ഇത് മസ്റ്റായിട്ട് നിലവിൽ ലവ് ചെയ്യുന്നവരും നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും SSLC +1 +2 പഠിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മസ്റ്റായി അവരിലേക്ക് എത്തിക്കുക. കാരണം അത്തരത്തിലുള്ളൊരു വിരഹത്തിൻ്റെ സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും കേട്ടു നോക്കാം. നിങ്ങളായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കണം. നമ്മളിപ്പം താഴെ വീട്ടിലാണുള്ളത്. നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞാൻ ഏറ്റവും വലിയ തെറ്റായിരിക്കും ഇത് ചെയ്യുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരുത്തി പ്രണയത്തിലായിരുന്നു. ഓക്കെ പറഞ്ഞോ. 3 വർഷമായി പ്രണയം തുടങ്ങിയിട്ട്. അങ്ങനെ വീട്ടുകാരെടുത്ത് പഠിച്ചിട്ട് പറയുന്ന കേൾക്കൂന്ന്. സ്റ്റാർട്ട് ചെയ്തത് 10ാം ക്ലാസ്സിൽ നിന്നാണ്. അങ്ങനെ 3 വർഷമായി. പിന്നെ ചാറ്റെല്ലാം കുറഞ്ഞ്. അത് ശരിയാണ്, അവസാനം പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ, ചാറ്റ് കുറഞ്ഞു. അതായത് ലവ് ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും ബെസ്റ്റ് ആയാലും എന്തായാലും അവസാനിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്നൊരു സാധനമാണ് ചാറ്റ് കുറഞ്ഞാൽ ഈ ബന്ധം തീരുമെന്ന്. ചാറ്റ് കുറയുന്ന കാരണം ആദ്യം പറയുന്നത് തലവേദന, ഉറക്കം വരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ആദ്യം ചാറ്റ് കുറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോ, ഇത് ഈ ലവ് പൊളിയുന്നതിൻ്റെ ആദ്യ സൂചനയെന്ന്. ഓക്കെ, പയ്യൻ പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. എനിക്ക് പിന്നെ സംഭവം എങ്ങനെയാന്ന് വെച്ചാല്, ഓള് വേറെ ചെക്കനായിട്ട് ഇഷ്ടത്തില്ല. എനിക്ക് തിരിഞ്ഞില്ല. ഞാൻ ചോദിച്ചു, അത് എനിക്ക് എന്നെ മാണ്ടാത്തെന്ന് ചോദിച്ചു. ഓള് പറഞ്ഞു, എനിക്ക് ലുക്കില്ല, അതുപോലെ തന്നെ നിനക്ക് പണിയോ കൂലിയോ ഇല്ല, നീ പൊട്ടിപ്പളഞ്ഞ് +2 ഇങ്ങനെ കിടക്കുകയാണ്, നീ ഒന്നും എവിടെ എത്തൂല എന്ന് അവള് പറയുന്നത്. എടാ പൊന്നുമോനെ, അവളുടെ മുഖത്ത് നോക്ക് നീ പറയണമായിരുന്നു. പിന്നെ എന്തിന് എന്നെ ആക്സെപ്റ്റ് ചെയ്തു നീ ആദ്യം? അതായത് ഇപ്പോൾ അവൾ പറയുന്നു ഇവന് ലുക്കും ഇല്ല എന്നാണ്. ഇവൻ്റെ കാണുമ്പോൾ നമുക്കറിയാം ഇവന് നല്ല ലുക്ക് ഉണ്ടെന്ന്. നീ പറയണമായിരുന്നു. അപ്പോൾ ആദ്യം അവൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവളുടെ കണ്ണ് പൊട്ടിയിട്ടുണ്ടോ എന്ന് നീ ചോദിക്കണം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. നിങ്ങളിങ്ങനെ കരഞ്ഞ് ദുഃഖിക്കേണ്ട ഡിപ്രഷന്റെ സ്റ്റേജിൽ എത്തും. പക്ഷെ ഞാൻ അങ്ങനെ എത്തൂല. കാരണം ഞാൻ വിജയിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. അതിടാ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ജീവിച്ച് കാണിക്കണം. അവളെക്കാൾ മികച്ചൊരു പെണ്ണിനെ കെട്ടി നമ്മൾ കാണിക്കണം. ഓക്കെ, ബാക്കിയും കൂടി പറഞ്ഞു. അവളെ മുന്നിൽ ഞാൻ വിജയിച്ചെത്തും. ഞാൻ ഒരു കാര്യം പറയാം, പെണ്ണിനൊന്ന് പ്രേമിക്കാൻ പോകണ്ട ഗൈസ്. ഓള് മുമ്പിക്ക് എന്റെ എത്ര പൈസ എനിക്ക് നഷ്ടമുണ്ടെന്നറിയാം. ചില്ലറ പൈസ നല്ല തോതിൽ അവളായിട്ട് എനിക്ക് ചെലവായിന്. എടാ, നീ പഠിക്കുന്നത് SSLCയിലല്ലേ? അപ്പോൾ എത്ര ചിലവായിട്ടുണ്ടാവും നിന്റെ? ഗൈസ്, നിങ്ങളൊന്നും വിചാരിക്കല്ലേ, ഇതൊരു ലവ് സ്റ്റോറിയാണ്, വിരഹമാണ്. എനിക്ക് ചെറുതിൽ ചിരി വരുന്നുണ്ട്, അത് പയ്യനെ കളിയാക്കിയിട്ടല്ല. ഓക്കെ, ബാക്കിയും കൂടി പറഞ്ഞാട്ടെ. ഗൈസ്, ഞാൻ 90 കിഡ്സ് ഒന്നുമല്ല, ഞാൻ ഈ ജനറേഷനിലത്തെ ചെറിയ പയ്യനാ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴത്തെ പെൺപിള്ളേരെ കാര്യം സിഗരറ്റ് വലിക്കാം, കാമം. 100% ഇത് കറക്റ്റ് അല്ലേ പയ്യൻ പറയുന്നത് അല്ലേ? നിങ്ങൾ തന്നെ കമന്റ് ഇട്ട് അറിയിക്കണേ. ഓക്കെ, ബാക്കിയും കൂടി പറഞ്ഞോ. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഈ ജനറേഷൻ വേണ്ടായിരുന്നു. 90 കിഡ്സ് തന്നെയാണ് നല്ല, എന്റെ ഒരു അഭിപ്രായം വെച്ച് ഞാൻ പറയാണ്. 90 കിഡ്സ് എത്രയോ ബെറ്റർ ആണ് ഗൈസ്. സത്യം പറയല്ല, നല്ല വിഷമമുണ്ട്. ഞാൻ പല പ്രാവശ്യം ആലോചിക്കും എന്തിനാ എന്നെ തേച്ച റീസൺ എന്ന റെഡിയുള്ള സങ്കടമുണ്ട് നല്ല തോതിൽ. പാവം അല്ലേ ആ തേച്ചവരോട്? എനിക്ക് പറയാനുള്ളത്, നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ അനുഭവിക്കും. അങ്ങനെയല്ല, പാവം പയ്യന് നല്ല വിഷമമുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലടി. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്ത് പറയുന്നല്ലേ? പയ്യൻ്റെ കാര്യം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് നല്ലൊരു വിഷമമുണ്ട്. അവനോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ സ്വാഭാവികമാണ്. SSLCയിലല്ലേ, എല്ലാവർക്കും SSLC ആകുമ്പോൾ 2-3 ലവൊക്കെ ഉണ്ടാകുന്നു. ഒന്ന് പൊട്ടുന്ന, അതിലൊന്ന് തുടങ്ങുന്നുണ്ട്. അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, ഭാഗ്യം കൂടി പറഞ്ഞ സങ്കടമില്ല. എനിക്ക് കാണിച്ചു തരാം എന്റെ ജീവിതം എങ്ങനെ മാറ്റി മറിക്കുന്നത്. ഇന്നത്തോടെ കാണാൻ, ഇന്നത്തോടെ ലൈഫ് മാറും. ഒരാണ് വിചാരിച്ചാൽ ഈ ലോകത്ത് നടക്കാത്തൊരു കാര്യമില്ല. അതങ്ങനെയാണ്. ആണ് വിചാരിച്ചാൽ ഈ ലോകത്ത് നടക്കാത്ത ഒരു കാര്യമില്ല മോനെ. നിനക്ക് ഫുൾ സപ്പോർട്ടാണ്. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിക്കും. ഇതിൻ്റെ താഴെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്. എല്ലാം വേണ്ട ഹെൽപ്പ് ഞാൻ ചെയ്യാം. ഓക്കെ, ഭാഗ്യം കൂടി പറഞ്ഞു. പെണ്ണ് എന്ന് പറയുന്നത് ഒരു ശാപം പിടിച്ചൊരു സാധനം. അത് നിനക്കറിയത്ത വേണ്ട. നീ എല്ലാം മുടിഞ്ഞ് നാറാണിക്കല്ലായി പോടി. എന്റെ വാക്ക് വെറും വാക്കല്ല, ഇതിലൊരു സത്യസന്ധത നീ മുടിഞ്ഞു പോകും. ഗുഡ് ബൈ ഗൈസ്. ഇനി എനിക്ക് പറ്റത്തില്ല വീഡിയോ. ഓക്കെ, പാവമല്ലേ പയ്യനെ കണ്ടിട്ട് നല്ല രീതിയിൽ വിഷമവും തോന്നി, ചിരിയും വന്ന്. അപ്പോൾ ഏതായാലും ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ പണി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് പയ്യന് നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ. ഈ ഒരു വീഡിയോ തമാശ രൂപത്തിൽ എടുത്താൽ മതി.